ആങ്ങള ഗൾഫിലുണ്ട്, മൂത്ത ആങ്ങള അമേരിക്കയിലുണ്ട്, എൻ്റെ അനിയത്തി ലണ്ടനിൽ ഉണ്ട്. അവർ വന്നിലും വിളിച്ച് പറയും, കുഞ്ഞമ്മേ നീ ഭാരപ്പെടണ്ട, പിള്ളേരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. ദീനമായപ്പോഴേ പറഞ്ഞിടി, നീ ബേച്ചൻ എന്തെങ്കിലും പ്രയാസം വന്നാലും ഭാരപ്പെടരുത്, ധൈര്യപ്പെടണം, പിള്ളേരുടെ കാര്യം എങ്ങനെയും +2 ജയിപ്പിക്കുക, ഞാൻ കാനഡയിലോട്ട് കൊണ്ട്. അപ്പോൾ ഇത് ആശ്വാസമാണ്. തന്നെയല്ല, കുഞ്ഞുങ്ങളൊരു കാര്യമായിട്ട് നിന്നെ ഞാൻ ഇങ്ങോട്ടിഞ്ഞ് കൊണ്ടുപോകാം അങ്ങനെയൊക്കെ പറഞ്ഞ്, അതുകൊണ്ടങ്ങനെ വലിയ സങ്കടം ഇപ്പം നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. പണ്ട് ഇങ്ങനെയുള്ള വാഗ്ദാനങ്ങളൊന്നും ആരും അതാ നീരും കരയും കാണുന്നില്ല, അതുകൊണ്ടാണ് കിടന്ന് അലക്കുകയും കൂവുകയും. പണ്ടും ഈ ബൈബിള് തന്നെ ആയിരുന്നു, ഇല്ലേ? ഇത് തന്നെ ആയിരുന്നു പണ്ടും. സാഹചര്യം മാറിയെന്നാണ് പറഞ്ഞത്. ഇപ്പൊ പിന്നെ ഇത് ആഘോഷമായി, ശവസംസ്കാരമല്ല, ആഘോഷമാണ്. പ്രായമുള്ള അപ്പനും അമ്മയും മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ മിക്കയിടത്തും കണ്ടിട്ടില്ലേ, ഇപ്പോൾ അപ്പച്ചൻ്റെ കൊച്ചുമക്കളെല്ലാം കൂടെ വന്ന് ഈ കൊച്ചുമക്കളെല്ലാം തന്ത ജീവിച്ചിരുന്നപ്പോൾ ചെന്നൊരു പാട്ട് പാടുകയായിരുന്നു. അയാൾ 2 കൊല്ലം കൊണ്ടിരുന്നേനെ. ആ കളവൻ മരിക്കുന്നതിന് മുന്നേ ആഗ്രഹിച്ച കൊച്ചുമക്കളെല്ലാം കൂടെ ഒന്ന് കണ്ട ഒരെണ്ണം ചെന്നുമില്ല, കണ്ടുമില്ല. എല്ലാവരുടെയും കാര്യമല്ല, ചത്ത് കഴിയുമ്പോൾ എല്ലാം വന്നിച്ച് ഇപ്പം ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ഇനിയും കുടുംബത്തിന് വേണ്ടിയാണ് 1 മണിക്കൂർ വരുന്ന മനുഷ്യനെല്ലാം കുത്തിയിരിക്കുക. കുറ്റമല്ലേ പറയുന്നേ. ഈ അപ്പനും ഈ അമ്മയും ജീവിച്ചിരിക്കുമ്പോൾ ഈ മക്കളും മരുമക്കളും ദൈവദാസന്മാരാന്തേലും ദൈവമക്കളാന്തേലും ചെന്ന് അവരുടെ അടുക്ക ഇരുന്ന് കാര്യങ്ങൾ പറയുകയും മനസ്സിലാക്കുക, എന്ത് സന്തോഷമായിരുന്നു അവർക്ക്. അവരത് കേൾക്കാൻ ആഗ്രഹിച്ചതുവാ. അതെ, കൊച്ചുമക്കൾ അടുത്ത് വന്നിരുന്ന് അല്ലെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൂടെ 2 ദിവസം പാർത്ത് അവരിൽ നിന്ന് കാണാനും കേൾക്കാനും അറിയാനും അവരുടെ സമീപനവും സാമീപ്യവും ഒക്കെ ഇവർ കൊതിച്ചതാ. എന്നാലും ഒന്നും ചെന്നില്ല. പഠിക്കുമ്പോൾ പോലെ കിടക്കുമ്പോളാ മെനയാന്ന് ദാനിയേൽ പ്രവചനം പറയാൻ പോലെ മെനെ. ഇപ്പൊ ഇതെല്ലാം വലിയ ആഘോഷമായി തീർന്നിരിക്കുക. ആട്ടെ, ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല, അങ്ങ് വിട്ടേക്കാം. ദൈവത്തിന്റെ മഹത്വം. ഞാനിതിന് എതിര് പറഞ്ഞതല്ല. മക്കളാന്നേലും മരുമക്കളാന്നേലും കൊച്ചുമക്കളാന്നേലും ആ അപ്പനും അമ്മയും വല്യപ്പനും വല്യമ്മയും ജീവിച്ചിരുന്നപ്പോൾ ചെന്ന് അവരും അത് പ്രതീക്ഷിച്ചതാണ്. ദൈവത്തിന് മഹത്വം. വലിയ ആഘോഷം, വലിയ ആർഭാടം, ഇതെല്ലാം മിസ്രയീമിൻ്റെതാണ്. ഞാൻ ആ ഭാഗം എടുക്കുക. അപ്പൊ ഇവര് പറയാ, മിസ്രയീമിൽ ശവക്കുഴിയിലായിട്ടാണോ ഇവിടോട്ട് കൊണ്ടുവന്നത്? അതിപ്പോഴും ഹൃദയം കൊണ്ട് മിസ്രയീമില്ല. അതുകൊണ്ടല്ലേ ഇവര് പറഞ്ഞത്, മിസ്രയീമിൽ ഞങ്ങൾ വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, അവിടെയും വില കൂടാതെ. 11:4 വായിച്ച സംഖ്യ, നമുക്ക് അറിവുള്ള വാക്യം എന്നാലും വായിച്ചു. സംഖ്യാപുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവെടുത്ത്. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി. അതെന്തുവാ ഈ സമ്മിശ്ര ജാതി? എന്തോ മോളെ, സമ്മിശ്ര ജാതി, മിശ്രിതമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഭാഷ. ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇസ്രയേലാന്നോ അതുമല്ല, മിസ്രയീമിലാന്നോ അതുമല്ല, അതായത് സമ്മിശ്ര ജാതി. പെന്തിക്കോസ് ആന്നോ അതുമല്ല, എന്നാ സമുദായമാണോ അതുമല്ല, ഒരു പരുവത്തിന് പോവുക. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, സമ്മിശ്ര ജാതി. ഞാനൊരു കാര്യം നിങ്ങളോട് പറയുക, ഇണങ്ങിയാലും പിണങ്ങിയാലും ഏതായാലും നീ ഈ മാർഗത്ത് വന്ന് നന്നായിട്ട് നിന്നോണം. സ്തോത്രം. ഏതായാലും ഈ മാർഗത്തിൽ ഇറങ്ങി നല്ലതുപോലെ നിന്നോണം. പെന്തിക്കോസ എന്ന് പറയുന്നതിൽ അഭിമാനിക്കണം. സ്തോത്രം. നീ ഒരു ദൈവപൈതലാന്ന് പറയുന്നതിൽ അഭിമാനിക്കണം. നിരാശയും സങ്കടവും ഒന്നും ഉണ്ടാകരുത്. ദൈവത്തിന് മഹത്വം. ഇവിടെ സമ്മിശ്ര ജാതി മുഴുവൻ ദുരാഗ്രഹികളായി. ഇസ്രായേൽ മക്കൾ വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്മാൻ ഇറച്ചി ആര് തരും? അടുത്ത പദം, ഞങ്ങൾ മിസ്രയീമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള. അവിടെയും കാശ് മുടക്കി ഒന്നും ചെയ്യുകയില്ല. എങ്ങനെ? പണ്ട് BT ജോസഫ് എന്ന് പറയുന്ന ആദരണീയ കർത്തദാസൻ മൺമറഞ്ഞു. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, മാത്തന് പോത്ത് സൊളിവിൽ.
ഈ സൊളിവിൽ കാര്യം നടത്തുന്ന ആൾക്കാരുണ്ട്. ഉണ്ട്. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ, വീട്ടിലൊരു നല്ല ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയല്ല, ഒറ്റ കല്യാണം വിടുകയല്ല. മനസ്സിലായി കാണും. എല്ലാവരുടെയും കാര്യമല്ല. ആരെങ്കിലും കല്യാണം വിളിച്ചാൽ മുഴുവൻ എണ്ണവും ഓട്ടോ പിടിച്ചാ പോകുന്നത്. ഇപ്പം വലിയ ഓട്ടോ ഉണ്ട്, എൻ്റെ പുറകിലും സ്ഥലമുണ്ട്, 3 കൊച്ചുങ്ങളെ അതിനകത്ത് വിട്ട് പോവുക. 2-3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചു വരികയില്ല. ഈ കല്യാണം വിളിക്കുന്നവർ അന്തസ്സായിട്ട് വിളിക്കും, എല്ലാവരും വരണേന്ന്. അതൊരു ശൈലിയാ, ഒരു രീതിയാ. ഉടനെ എല്ലാവരും അങ്ങ് പോവാന്നു. വിളിച്ചോ, അവർ പറഞ്ഞോ എല്ലാവരും ചെല്ലണമെന്ന്. പിന്നെ അതുങ്ങൾ കിടന്ന് പരക്കം പായുക. അത് വിളിയുടെ ഒരു നാട്ടു നടപ്പനുസരിച്ചാണ്. എന്നെ എല്ലാവരും സങ്കടപ്പെട്ടിരിക്കുന്നത്. വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചിറ്റുള്ളി, ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ വിശപ്പ് കൊണ്ട് പൊടിഞ്ഞിരിക്കുന്നു. ഈ മന്നയല്ലാതെ ഒന്നും കാണുവാനില്ല. അതെ. അപ്പൊ ഈ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അതാ ഈ ഭക്ഷണ വിഷയമല്ലേ, അതെല്ലാം ഓർത്തിരിക്കുക. എന്തെല്ലാം ഉണ്ടെന്നെല്ലാം കൃത്യം പറഞ്ഞു. മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുമന്നുള്ളി, ചുറ്റില്ല. കഴിഞ്ഞ ആഴ്ച വായിച്ച സങ്കീർത്തനം ഏതാ? ഓർമ്മയില്ല മാസ്റ്ററെ. പഴയതുപോലല്ല, ഓർമ്മ ഒട്ടുമില്ല. ഇതെല്ലാം ഓർത്തിരിക്കുന്നുണ്ടല്ലോ. മത്തങ്ങ, ചുമന്നുള്ളി, ചീറ്റുള്ളി, വെള്ളരിക്ക. സ്തോത്രം. അകത്തിപ്പോഴും മിശ്രയുമാണ്. ഒരു വാക്യം കൊണ്ട് വായിച്ചോ മോളെ. സംഖ്യാപുസ്തകം 14:4 വായിച്ചു. 2 മുതൽ വായിച്ചു. സംഖ്യ 14:2 മുതൽ വായിച്ചു. സഭയൊക്കെ അവരോട് വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തേക്ക് കൊണ്ടുപോകുന്നതിന് ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുകുട്ടികളും എല്ലാം കൊള്ളയായി തീരുവൻ, ഞങ്ങൾ ഞങ്ങളുടെ ഭാര്യമാരും എല്ലാം കൊള്ളയായി തീരുവെന്ന് പറഞ്ഞ അടുത്ത വാക്യം. നാം ഒരു തലവനെ നിശ്ചയിച്ച് നമുക്ക് എലക്ഷൻ നടത്തണമെന്ന്. എലക്ഷൻ, വോട്ട് പിടിക്കണം. നമുക്കൊരു തലവനെ അവര് നിശ്ചയിക്കുന്ന നമ്മൾ ഇലക്ഷനാ, വോട്ട്. ഇപ്പം ഞാനത് ഇവിടെ പറയുന്നില്ല. കാരണം അജി പാസ്റ്റർ ചിലപ്പോൾ ഹൃദയത്തിൽ ചിന്തിക്കും, അയ്യോ അതൊന്നും ഇവിടെ പറയേണ്ട കാര്യം ഇല്ല എന്ന് ചിന്ത വരണ്ട. അതുകൊണ്ട് ഞാൻ ആ വിഷയം വിടുക. അത് ഞാൻ പറയേണ്ട സമയത്ത് പറയേണ്ടടുത്ത് പറഞ്ഞോളാം, പറയുന്നുണ്ടല്ലോ. നമുക്കൊരു തലവനെ എന്ന് പറഞ്ഞ നേതാവ് കളിക്കണം. നേതാവ് ഓട്ടിട്ടോ, ചീട്ടിട്ടോ, കാശ് കൊടുത്തോ, കമത്തി അടിച്ചോ, കാല് വാരിയോ, കുതികാല് വെട്ടിയോ, പള്ളു പറഞ്ഞോ, ചെളി വാരി എറിഞ്ഞോ, അങ്ങനെയൊക്കെയാണല്ലോ നേതൃത്വത്തിൽ വരുന്നത്. അല്ലാതെ മാന്യമായിട്ടും നേരായിട്ടും യോഗ്യമായിട്ടും ദൈവകൃപയോടെ വരുന്ന എത്ര എണ്ണം ഉണ്ട്? എവിടെ ഉണ്ട്? കാര്യം വെറുതെ ഇരിക്കല്ലോ. ഒരാളുടെ പേര് പറ, അതെ ഇന്ന പുള്ളി ഇങ്ങനെ വന്നെന്ന്. ഒരാളുടെ പേര്. ഒരുത്തനെ തകർത്ത ചെല്ലിയ ഒരുത്തൻ കയറി വരുന്നേ, ഒരുത്തനെ ഒതുക്കിയ ചെല്ലിയ ഒരുത്തൻ കയറി വരുന്നത്. സൂത്രത്തിലും തന്ത്രത്തിലും അല്ലേ, ചതിവല്ലേ, വഞ്ചനയല്ലേ. പക്ഷെ അധിക നാൾ നിലനിൽക്കുകയല്ല. എന്നാൽ ദൈവം ചിലരെ ഉയർത്തും. ദൈവം ചിലരെ ചില സ്ഥാനത്താക്കും. അത് ദൈവത്താൽ വരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരു തലവനെ നിശ്ചയിച്ച് തിരിച്ചു പോകാന്ന്. അപ്പൊ ഈ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും അതാ ഈ ഡയലോഗൊക്കെ വരുന്നത്. 16:2 വായിരും മോളെ. 16:2 പുറപ്പാട് 16:2 വായിരും. 1 മുതൽ വായിച്ചോ? ഏതായാലും വായിക്കല്ലോ. അവർ എലീമിൽ നിന്ന് യാത്ര പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട 2-ാം മാസം 15-ാം തീയതി അവരുടെ സംഘമൊക്കെ എലീമിലും സീനായ്ക്കും മധ്യയുള്ള ഈ മരുഭൂമിയിൽ വന്നു. അടുത്തത് ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ ഈ മോശയ്ക്കും അഹരോനും വിരോധമായിട്ട്. അടുത്തത് ഇസ്രായേൽ മക്കൾ അവരോട് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു. എവിടാ? ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ. അപ്പൊ അകത്ത് മിശ്രയുമാണ്. എന്നാ ഞങ്ങൾ അവിടെ സഭായം കൂടിയ കാര്യമല്ല പറയുന്നത്. പിന്നെ ഇറച്ചിക്കലത്തിന്റെ അടുക്കലായിരുന്നു. അയ്യോ മാസ്യോഗത്തിന്റെ മീൻ എവിടെ നിന്ന് മേടിച്ചതാ മാമേ? അത് നല്ല ഓർമ്മയാണ്. ആ മാസ്യോഗത്തിന് ആ പാസ്റ്റർ പ്രസംഗിച്ച വാക്യം എന്തോ നല്ല വാക്യമാണ്. അത് പറയൂ.
മോരിന് പുളിയില്ലായിരുന്നു. ഈ വാസവത്തിന് കാച്ചിയ മോര് കുടിക്കാൻ വന്നതാണോ? അത് തെറ്റാന്നല്ല പറഞ്ഞത്, ആത്മീയ ഓർത്തിരിക്കുകയല്ല. ഇങ്ങനെയുള്ള കേസുകളെല്ലാം ഞാനും നിങ്ങളുമെല്ലാം ഇതൊക്കെയാ ഓർത്തിരിക്കുന്നത്. സ്തോത്രം. ഞങ്ങൾ മിസ്രയീമിൽ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ, ഞാൻ ഈ പുസ്തകം മൊത്തം വായിച്ച് മിസ്രയീമിൽ ഇവർ ഇറച്ചിക്കലത്തിന്റെ അടുക്കൽ ഇരുന്നതായിട്ടോ ഇറച്ചി തിന്നതായിട്ടോ ഒരു വാക്യം പോലും ഇല്ല. ഒരു വാക്യം പോയിട്ട് അരവാക്യമില്ല, അരവാക്യം പോയിട്ട് മുറിവാക്യമില്ല. ഇത് കള്ളം പറഞ്ഞതാണ്. ആരെവിടെ പോയിരിക്കാനാ? എവിടെ ഇരിക്കാൻ നേരം ഇറ്റിക കുഴ ചൂപ്പാട് വന്നിച്ച് പിന്നെ ഇവൻ്റെ എല്ലാം ഇടുപ്പ് തന്നെ കിടക്കുക, ഒന്നും കുഴയല്ലേ. പിന്നെ ആ കൂടെ കിട്ടുന്നത് ഉള്ളിയാ, കൊച്ചുള്ളിയും വെളുത്തുള്ളിയും സവോളയും തിന്ന് ഊപ്പാട് വന്ന അല്ല ഇറച്ചിയൊന്നും. ഇത് ചുമ്മാ ബെഡായി അടിക്കുന്നതാ. അങ്ങനെ നമ്മുടെ ഇടയിലുണ്ട്. പാസ്റ്റർ ഞാൻ ഇപ്പം ഇവിടെ വന്നിരിക്കുന്നുണ്ട്, ഞാൻ ആരാന്നറിയാമായിരുന്നു. ഞങ്ങളുടെ ആൾക്കാരല്ല. പിന്നെ ചുമ്മാ ഈ നാടൻ ഭാഷ പറഞ്ഞാൽ കീർവാണം അടിക്കരുത്. നീ പറയണം, എൻ്റെ ദൈവം എന്നെ ഉയർത്തി, എൻ്റെ ദൈവം എന്നെ ഇത്രത്തോളം കൊണ്ടുവന്നു, യാതൊരു യോഗ്യതയും എനിക്കില്ലായിരുന്നു, എൻ്റെ ദൈവത്താൽ ദൈവം എന്നെ മാനിച്ചു. ഇതായിരിക്കണം നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്. അപ്പൊ ഈ ശരീരം കൊണ്ട് മിശ്രയും വിട്ടെങ്കിലും ഹൃദയം കൊണ്ട് ഇപ്പോഴും മിശ്രയുമില്ല. അതുകൊണ്ടാണ് ഈ ഡയലോഗൊക്കെ വന്നത്. ഇവരും അതുപോലെ തന്നെ മിശ്രയും വിട്ട് ചെങ്കട തീരത്ത് വന്നു. ഫറവോൻ ഇവരെ പിടിക്കാൻ വന്നെങ്കിൽ ഇവർ ഭാരപ്പെട്ട് പിറുപിറുത്ത് മോശ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറ, നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ കയ്യിലുള്ള വടിയെടുത്ത് ചെങ്കടലിനെ നീട്ടണം. വടിയെടുത്ത് 13:14 വായിച്ചേ മോളെ. എന്നാൽ ഇത് എന്ത് എന്ന് 14:13. 14:13. അതിന് മോശ ജനത്തോട് ഭയപ്പെടേണ്ട, ഉറച്ചു നിൽപ്പീൻ, യഹോവ ഇന്ന് നിങ്ങൾക്ക് ചെയ്യുവാനിരിക്കുന്ന രക്ഷ കണ്ടുകൊള്ളുവീൻ. നിങ്ങൾ ഇന്ന് കണ്ടിട്ടുള്ള മിസ്രയീമിനെ ഒരു നാളും കാണുകയില്ല. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ മിണ്ടാതിരിക്കണം. നിങ്ങൾ മിണ്ടരുത്. നീ ആവശ്യമില്ലാത്തതൊന്നും കയറി പറയരുത്. വിളിച്ച ദൈവത്തിനറിയാൻ നിന്നെ എത്തിക്കാൻ, വിളിച്ച ദൈവത്തിനറിയാൻ നിന്നെ പുലർത്താൻ. നീ അതിനിടയ്ക്ക് കയറി കുരുക്കും കുന്നായ്മയും ഒപ്പിച്ച് ആവശ്യമില്ലാത്തത് പറയരുത്. മിണ്ടരുത്. ഈ ഞാൻ പറയാറുണ്ട്, മിണ്ടാനും പഠിക്കണം, മിണ്ടാതിരിക്കാനും പഠിക്കണം. ചിലക്ക് ഇത് രണ്ടും അറിയാൻ മേല. മിണ്ടാനും അറിയാൻ മേല, മിണ്ടാതിരിക്കാനും ഇത് രണ്ടും അറിയത്തില്ല. മിണ്ടാനും പഠിക്കണം, മിണ്ടാതിരിക്കാനും പഠിക്കണം. സ്തോത്രം. ചില സമയത്ത് മിണ്ടരുത്, മൗനമായിട്ടിരിക്കണം. ധ്യാനത്തിക്ക് തീ കത്തും, ദൈവത്തിന് മഹത്വം. മിണ്ടരുത് ചില സമയത്ത്. ഭർത്താവും ഭാര്യയും കൂടെ കുടുംബജീവിതം നയിക്കുക, കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ട്. ഭർത്താവ് അല്പം ശുണ്ടിയുള്ള ആളാ, അല്പം ഒരു മിണ്ടരുത്. എന്നാലും ഇന്നലെ ഏറ്റെന്നും പറഞ്ഞ് അയാൾ നല്ല പോടും. ഞങ്ങൾക്ക് ഒരു കൊച്ചമ്മ അച്ചായനും ഉണ്ടായിരുന്നു, 2 പേര് ചില പ്രായം ഉണ്ടെന്നാലും അച്ചായൻ പറയും, എടി മിണ്ടരുതെന്ന് പറഞ്ഞോ. മിണ്ടുന്നില്ലെന്നല്ലേ പറഞ്ഞേ. ഉടനെ പിന്നെയും പുള്ളി, എടി നിന്നോടാ പറഞ്ഞ മിണ്ടരുത്. മിണ്ടുന്നില്ലെന്നല്ലേ പറഞ്ഞേ. അന്നമ്മേ നിന്നോടാ പറഞ്ഞ മിണ്ടരുത്. ഞാൻ മിണ്ടുന്നില്ലെന്ന്. അങ്ങനെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എവിടെയോ കൺവെൻഷന് പോയപ്പോൾ പിന്നെ ഉണ്ടായിരുന്നു, ആരാണ് സാമുണ്ടായിരുന്നു. ഞങ്ങൾ പോയപ്പം ഒരു വീടിൻ്റെ കൺവെൻഷൻ കഴിഞ്ഞങ്ങോട്ട് വീടിൻ്റെ വാതക്കൽ അച്ചായൻ ഇരിക്കുന്നു. പുള്ളി ഉറക്കെ സംസാരിക്കുക, അലോകിയമാണ്. അതിൻ്റെ 2 വീട് അപ്പറയാ ഫെയ്ത്തവും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ കൊണ്ടുപോയത്. അപ്പം നടന്നങ്ങോട്ട് പോയി, വണ്ടി ചെല്ലുകയല്ല, നടന്നു പോവാം. പുള്ളി വാദപ്പടിയിലിരുന്ന് നല്ല ഉറക്കെയാണ് വർത്താനം പറയുന്നത്. അപ്പോൾ ദൂരെ നിന്ന് കേട്ടാൽ പുള്ളിയുടെ ശബ്ദമേ കേൾക്കും. നമ്മൾ വീടിനടുത്ത് ചെന്നപ്പോഴാ തള്ളയകത്തിരുന്ന് ഓരോന്ന് പറയുക. അവർ പതുക്കെ പറഞ്ഞു. അതിന് പുള്ളി ഉടനെ ഉറക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞ നമ്മൾ പോയപ്പോൾ കണ്ട അതാ. ഞാൻ ശിവപാസ് പറഞ്ഞ അയാൾ ചുമ്മാ പാടില്ല, തള്ളയകത്തിരുന്ന് കുരുക്കൊപ്പിക്കുന്നുണ്ടെന്ന് ഞാൻ ഇവിടെ വെച്ചേ പറഞ്ഞു. സൂക്ഷിച്ച് അവിടെ ചെന്നപ്പം ഞങ്ങൾ കണ്ട തള്ളയകത്തിരുന്ന്. അപ്പം അതിന് പുള്ളി പറയുന്നത് ഈ ശബ്ദത്തിൽ അല്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്.
സ്ഥലമൊന്നും പറയുന്നില്ല. ഭാര്യയും ഭർത്താവോട് അഭിപ്രായ വ്യത്യാസം അയാളൊരു അടി അടിച്ചു. ഉടനെ പുള്ളിക്കാർ പറഞ്ഞു, എന്നെ അല്ല തല്ലേണ്ടതെന്ന്. എന്നെ അല്ല തല്ലേണ്ടത് മനസ്സിലായി കാണില്ല. അപ്പൊ പുള്ളി വെച്ചു, പിന്നെ ആരെ ആടി? അവരുടെ പേരും പറഞ്ഞു. നിങ്ങളുടെ അമ്മയെ തല്ലണമെന്ന്. അമ്മയെന്നല്ല പറഞ്ഞത്, വേറൊരു ഭാഷയാണ്. അത് ഞാനിപ്പോൾ പറയുന്നില്ല. അയാൾ പിന്നെയും തല്ലി. ചില സന്ദർഭത്തിൽ മിണ്ടാതിരിക്കണം, മിണ്ടരുത്. പുള്ളി ചിലപ്പോൾ ശുണ്ടിയുള്ള ആളാ, കോപിഷ്ഠനാ. നിങ്ങൾ അന്നേരം മൗനം വീക്ഷിക്കണം. പുള്ളിയുടെ ആ കോപമൊക്കെ ഒന്ന് ശമിച്ച് കഴിയുമ്പോൾ വളരെ സ്നേഹത്തിൽ ചെന്ന് അന്നേരം പുള്ളി അത് അംഗീകരിക്കും. നിങ്ങളത് അങ്ങനെ ചെയ്യുന്നവർ കാണും. എന്നാൽ നിങ്ങളും കടന്ന് ബഹളം ഉണ്ടാക്കി പാടി കൊച്ചെന്ന് പറഞ്ഞ് കൊച്ചിൻ്റെ മുടിക്ക് പിടിച്ച് വലിച്ചു ചാടി അകത്ത് കയറി ഒരു ബാഗ്, അതിൻ്റെ ഒരു വള്ളി പൊട്ടിയതാ, എന്നാലും അത് വലിച്ചെടുത്ത് ഉടനെ പോവാ. 15 രൂപയും കിട്ടി തപ്പി നടന്നപ്പം. പെട്ടെന്ന് ബാന്ന് പറഞ്ഞു ഇട്ടതോ നൈറ്റി എടുത്ത് കുത്തി ഉടനെ ഇറങ്ങി. പകുതി വഴി വന്നപ്പോൾ ആ വീട്ടിൽ ഇരുന്ന ചെരുപ്പാന്ന് വേണ്ട ഉള്ളതാട്ടെ. ഇതാണോ എൻ്റെ ജീവിതം? അല്ല. ശാന്തമായിട്ട് മൗനമായിട്ടിരിക്കണം. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതേ ഉള്ളൂ, എല്ലാവരും ജീവിതമൊക്കെ നയിക്കുന്നവർ, അതുകൊണ്ട് പറഞ്ഞതാണ്. മോശ ആ ജനത്തോട് പറഞ്ഞു, മിണ്ടാതിരിക്കേ, ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. തമ്പുരാൻ ചെയ്ത പദ്ധതി തമ്പുരാൻ മോശയോട് പറഞ്ഞത്, ഈ ഒരു കാര്യം ചെയ്യും, വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടാൻ പറഞ്ഞു. മോശ വടിയെടുത്ത് ചെങ്കടലുമേ നീട്ടി. അന്ന് രാത്രി ദൈവം ഒരു കാറ്റടിപ്പിച്ചു, ഉഷ്ണക്കാറ്റടിപ്പിച്ചു. ഒരു കാറ്റ് വന്നടിച്ച് ചെങ്കടലിനെ അടിച്ച് 7 കൈവടിയാക്കി ചെതറിച്ച്, നാം പുസ്തകത്തിൽ വായിക്കുന്നത് ചെരുപ്പ് നനയാൻ വരെ മറകര കയറ്റി. വായിച്ചേ മോളെ ആ യെശയ്യാ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 15-ാം തോന്നുന്നു, ഒന്ന് വായിച്ചേ. അതോ 13-ന്റെ 15-ആന്നോ? ഒന്ന് വായിച്ചേ. ഒന്ന് വായിച്ചേ. 13-ന്റെ 15-ആന്നോ 11-ന്റെ 15-ആന്നോ? 11. 11-ന്റെ 15. അണ്ട താളിഞ്ഞോട്ട് മറിക്കുമ്പോ ഇടതുവശത്ത് മേളില് യഹോവ മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും. ശ്രദ്ധിച്ചേ. അപ്പൊ ഈ ചെങ്കടൽ വായും പിളർന്ന് നിൽക്കുക. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് വിടുങ്ങാൻ നിൽക്കുകയല്ലേ. നിന്നെ വിടുങ്ങാനായിട്ട് വായും പിളർന്നല്ലേ നിൽക്കുന്നത്. ആ നാവിന് ദൈവം ഉന്മൂലനാശം വരുത്തുവന്ന്. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ജീവിക്കുന്ന, ഉപവസിക്കുന്ന, ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽക്കുന്ന ദൈവമക്കളെ വിടുങ്ങുവാൻ അത് ഏത് ശക്തികളും വാ പിളർന്നു നിന്നാലും നീ പതറരുത്. ദൈവം തമ്പുരാൻ അതിന് ഉന്മൂലനാശം വരുത്തുവന്ന്. ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ഭജിക്കുന്ന ദൈവമക്കളെ അവൻ ദൈവജനത്തെ തകർക്കുവാൻ, വിഴുങ്ങുവാൻ, നശിപ്പിച്ച് കളയുവാൻ ഏത് സംഘടനയും ഏത് ശക്തിയും വായും പിളർന്ന് നിന്നാൽ ശത്രുവിന്റെ വായിൽ നിന്നെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ദൈവം നിന്നെ സംരക്ഷിച്ച് അങ്ങനെയുള്ള നാവിനെ ഉന്മൂലനാശം വരുത്തും. യഹോവ മിസ്രയീം കടലിന്റെ നാവിന് വായിരുമോളെ വായിക്ക്. അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കൈയോങ്ങി അടിച്ച് 7 കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ മറകര കയറ്റും എന്ന് പറഞ്ഞാൽ അവന് സ്തോത്രം. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കും. ആടിയിൽ ഭാരയൊരുക്കുന്നവനാ നമ്മുടെ ദൈവം. അവൻ മറകര എങ്ങനെ കിടക്കുമെന്ന് ചിന്തിച്ച് നീ ഭാരപ്പെടുമ്പോൾ ഇന്ന് രാത്രി വചനത്തിൽ കൂടെ ദൂത് പറയുകയാ, ഈ ആടികളുടെ മധ്യത്തിൽ ദൈവം നിനക്ക് വഴിയൊരുക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. മുൻപ് ചെങ്കടൽ ആർത്തിന്റെ ചാലത്തിടായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ച മുൻപിൽ ചെങ്കടലാർത്തിരായി പിൻപിൽ വൻ വൈരി പിൻഗമിച്ച ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും. ചെങ്കടലിൽ കൂടി ചെങ്കൽ പാതയൊരുക്കി അക്കരെ എത്തിക്കും. പതറുകയില്ല ഞാൻ പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ
കഷ്ടതയനവധി വന്നിടിലും എൻ കാത്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാത്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എന്നാഥൻ. കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ആടിയിൽ പാടുകൊരുത്തുന്നവനാ യഹോവ. മിസ്രയീം കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്ത ഒരു ഉഷ്ണക്കാറ്റോട് കൂടെ നദിയുടെ മേലെ കൈ ഓങ്ങി ഇതിനെ അടിച്ച്, കാറ്റ് വന്ന് അടിച്ചെന്നാ എന്ന് പറഞ്ഞാൽ ദൂതൻ അടിച്ചെന്നാ. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിയാലയെ തന്റെ ശുശ്രൂഷകന്മാരാക്കും. കോടി കോടി ദൂതന്മാർ അവിടെ ഉണ്ട്. അതിന് ശക്തിയും ബലവും ഉള്ള ദൂതന്മാരല്ലാതെ നമ്മളെ പോലെ കിണുക്ക് തെറ്റിയതൊന്നുമല്ല. ഓരോ ദൂതന്മാരുടെ ഇരിപ്പ് കണ്ടിട്ട് ബലമുള്ള ദൂതന്മാരാ. ഒരിക്കലൊരു ദൂതനോട് ദൈവം പറഞ്ഞു, നീ അശൂർ പാളയത്തിലോട്ടൊന്ന് പോയിച്ചു വരാൻ. അവൻ ചെന്ന ഒറ്റയാടി 1,85,000. സ്തോത്രം. നീ നിന്റെ ചെറുക്കനിട്ടടിച്ചപ്പോൾ അവൻ പുറം കൈക്ക് തടഞ്ഞ നിന്റെ കൈ ഉളുക്കി. അതാ നമ്മുടെ ബലം. ദൂതന്മാരെന്ന് പറഞ്ഞ ഒറ്റയടി 1,85,000. വേറെ ദൂതനോട് പറഞ്ഞു, ഗുഹയ്ക്കകത്തൂടെ സിംഹ ഗുഹ ചെന്ന് സിംഹത്തിന്റെ വായ അടച്ചു. സ്തോത്രം. ഇതുപോലത്തെ ദൂതന്മാരാ നമുക്ക് കാവല്. ശക്തിയുള്ള ദൂതന്മാർ. ഒരു ദൂതൻ ഇങ്ങോട്ട് വന്നിച്ച് ചെങ്കലിനിട്ടൊരു ഒറ്റയാടി. എൻ്റെ ഭാഷ പറഞ്ഞ രഹബിനിട്ടൊരടി. ഒറ്റയടി അടിച്ചപ്പോൾ 7 കൈവടിയായി ചെതറി വീതിയുള്ള പാലിരുങ്ങി ചെരുപ്പ് നനയാതെ മറുകര കയറ്റി. ചെരുപ്പ് നനഞ്ഞില്ല. അതല്ലേ നമ്മൾ പാട്ടൊക്കെ പാടുമ്പോൾ ചില പ്രയോഗം തുവർന്നല്ല ഉണക്കി. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവർ അങ്ങോട്ട് പോയപ്പോൾ പൂഴി പറന്നു. എവിടാ പൂഴി പറക്കുന്നെന്ന് ഓർക്കണം. ചെങ്കടലിൻ്റെ അടിത്തട്ടിൽ. ദൈവത്തിന് കഴിയും. ചെങ്കടലിൻ്റെ അടിത്തട്ടിൽ ആ പൂഴി ഇപ്പം പറക്കുന്നേ. യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം. നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. നമ്മളായിരുന്നെ ആ സമയത്ത് പറയൊരു കാര്യം ചെയ്യും, നമുക്ക് വേറെ വഴി ഉണ്ടായിരുന്നു. അതിനെ ഞാൻ അന്നാരോ പറഞ്ഞ ഈ വഴി പോകരുതെന്ന്. ഇയാൾ ഒറ്റയൊരുത്തനെ ഈ വഴി കൊണ്ടുവന്ന് അയാൾ ചുമ്മാ വടിയും കറക്കി മുന്നേ നടന്ന്, നമ്മളല്ല അതിൻ്റെ പുറകെ നടന്ന്. സ്തോത്രം. ഇപ്പം ആരാ കടന്ന് കുഴയെന്ന് ഷാജി പുറകെ ചെകുത്താൻ പുറകെ വരുന്ന കൊല്ലാൻ. മുൻപ് ചെങ്കടൽ എങ്ങനെ രക്ഷപ്പെടും? ഈ കൊച്ചുങ്ങളെ ഓർക്കുമ്പോൾ എനിക്കങ്ങ് വെപ്രാളം. നമ്മളാന്നെ പറയും, ഒരു ചെങ്ങാടം ഉണ്ടാക്കായിരുന്നെ 5 പേരെങ്കിലും അക്കരയ്ക്ക് പോകുമായിരുന്നെങ്കിൽ ഒന്നുമില്ലേ, നാണക്കേടില്ലായിരുന്നു. സ്തോത്രം. വള്ളം വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ കയറി പോകാമായിരുന്നു. ഇതിനൊക്കെ ഒത്തിരി അഭിപ്രായം നമ്മൾ പറയാം. അപ്പോൾ ചോദിച്ചു, ബേച്ചാന് പതയ്ക്കാൻ അറിയാവുമെന്ന്. പുള്ളി പറഞ്ഞു, ഞാൻ പതച്ചിട്ടുണ്ട്, പക്ഷെ ഇത്രയും ദൂരം പതയ്ക്കുമോ എന്നുള്ളതാ അഭിപ്രായമേ. സ്തോത്രം. നമ്മളെന്തല്ല അതാ പറഞ്ഞ മിണ്ടാതിരി, ഒരെണ്ണം മിണ്ടാതിരി. ചുമ്മാ അതിൻ്റെ വിടുവായി തരം പറയാൻ മിണ്ടാതിരി. സ്തോത്രം. നമ്മൾ വല്ല ഇന്നത്തെ സാഹചര്യം അന്ന് മുഴുവൻ എഴുതി പിടിപ്പിച്ചത് ഞങ്ങളിങ്ങനെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്, ഞങ്ങളെ രക്ഷപ്പെടുത്തണം, എങ്ങനെയും ഒരു ചെങ്ങാടം അയച്ചു തരണം, കൊച്ചുവെള്ളം ഉണ്ടെങ്കിൽ അതാ കുറച്ചുകൂടെ നല്ലത്. എന്തെല്ലാം അഭിപ്രായം നമ്മൾ പറയും. ഇറങ്ങിയപ്പോഴേ പറഞ്ഞാൽ ഈ വഴി പോകണ്ടെന്ന്. വേറെ വഴി ഉണ്ടായിരുന്നല്ലോ. വായിച്ച മോളെ പുറപ്പാട് 13:17. വേറെ വഴി ഉണ്ടായിരുന്നെന്ന പുറപ്പാട് 13:17. പെട്ടെന്ന് വായിക്കു വച്ചേ. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്തീരുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്ത വഴിയായിരുന്നു. അതിലെ വിട്ടില്ല. ഫറവോൻ ജനത്തെ വിട്ടയച്ച ശേഷം ഫെലിസ്തീരുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തതാ. ഏതാ? കനാനിലോട്ട് പോകാനേ എളുപ്പവഴിയാ. നമ്മളെല്ലാം എളുപ്പവഴി ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കണക്കിൽ അങ്ങനല്ലേ, മാത്തമാറ്റിക്സിൽ അങ്ങനല്ലേ, എളുപ്പവഴിയിൽ ഇവിടെ കണക്ക് വന്നില്ലേ? കണക്കാന്നല്ലോ. അങ്ങനുണ്ട്. എളുപ്പവഴിയിൽ ക്രിയ ചെയ്യണം. ഫറവോൻ ജനത്തെ വിട്ടുകച്ച ശേഷം ഫെലിസ്തീരുടെ ദേശത്തു കൂടെയുള്ള വഴി എടുത്തത് എന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ പക്ഷേ അനുദപിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകുമെന്ന് വെച്ച് ദൈവം തമ്പുരാൻ അവരെ അതില് കൊണ്ടുപോയില്ല. പിന്നെ ചെങ്കടലിന്റെ അരികെയുള്ള മരുഭൂമിയിൽ കൂടി ദൈവം ജനത്തെ ചുറ്റി നടത്തി എന്ന് പറഞ്ഞാൽ ദൈവം ഇവരെ ചുറ്റിച്ചു. ദൈവം ചുറ്റിച്ചതാ.
നമ്മൾ പറയും പിശാചാന്ന്. പക്ഷേ പ്രാർത്ഥിക്കണം, കുറച്ച് വർഷങ്ങളായിട്ട് ചുറ്റുക അമ്പലപ്പടയാ, പള്ളിപ്പടയാ, പൗരോഹിത്യ ബന്ധന, ഓതിക്കെട്ടി, ചൊല്ലിക്കെട്ടി, ചൊലുത്തിക്കെട്ടി, അവിടെ കെട്ടി, അങ്ങനെ നമുക്ക് ചില ശൈലികളുണ്ട്. ചിലക്കത് കേൾക്കുന്ന ഇഷ്ടവുമാണ്. അന്നേരം ഉറങ്ങുന്ന തള്ളും കൂടെ ഊറിന്ന് പറഞ്ഞ് ഒരു നമ്മുടെ ഒരു ശൈലികളാണ്. അതൊക്കെ ഇതിനകത്തൊക്കെ ഒരു പല വകുപ്പുകളുണ്ട്. ചില ശക്തികളെന്നൊക്കെ പറഞ്ഞാൽ മതി. ഉമ്മായിരിക്കുന്ന തള്ളം കയറി അളവും. അപ്പൊ ഇത് ഇവരെ ഇങ്ങനെ ചുറ്റിച്ചത് ശേഷല്ല, ദൈവം ചുറ്റിച്ചെന്നാണ്. ദൈവം ചുറ്റിച്ചതാണ്. അതെന്തിനാ ദൈവം ചുറ്റിച്ചത്? 2 കാരണമുണ്ട്, പ്രധാനമായിട്ട് 2 കാരണം. ഇവർ ഈ വഴി കൊടിഞ്ഞോട്ട് വീതിയുള്ള വഴിയാ, വിശാലമായ വഴി, രാജപാത എന്നാ പറയുന്നത്. രാജപാത ഏതാ? ചെങ്കടൽ കടക്കാതെ വേറെ വഴി ഉണ്ടായിരുന്നെന്ന്. അത് വലിയ വഴിയാ, നല്ല വഴിയാ, വീതിയുള്ള വഴി, വിശാലമായ വഴി. എന്റെ ഭാഷ പറഞ്ഞ ഹൈവേയാ. അപ്പൊ ദൈവം തമ്പുരാൻ ഇവരെ ഹൈവേ വിട്ടില്ല. നമ്മളെല്ലാം ഹൈവേ പോകാനിരിക്കുക. എന്റെ ഭാഷയിലങ്ങ് പറയുക, ദൈവം ഇവരെ ഷോർട്ട് കട്ട് വേറെ വഴി കൂടാ വിട്ടത്. ഈ വേറെ വഴി കൂടെ വിടാൻ കാരണം അവിടെ എഴുതിയിട്ടുണ്ടെന്നൂടെ വായിച്ച മോളെ 13:17. ഫെലിസ്തീനയുടെ ദേശത്ത് കൂടിയുള്ള വഴി അടുത്തതാ. പെട്ടെന്ന് അടുത്തതെന്ന് വരികിലും ജനം യുദ്ധം കാണുമ്പോൾ ഇവരുടെ ഒരു കുഴപ്പടി എന്നാന്നറിയാമോ? ഇവർ ഈ വീതിയുള്ള വിശാലമായ രാജപാതയെ കൂടെ പോകുമ്പോൾ ഈ രാജപാതയുടെ 2 വശത്തും ഫെലിസ്തീനുണ്ട്. ഇത് ഇവർക്ക് അറിയത്തില്ല, ദൈവത്തിനറിയാം. നമുക്കറിയത്തില്ല നമ്മുടെ വഴിയിൽ എന്തൊക്കെ ഉണ്ടെന്ന്. പക്ഷെ മുകളിൽ ഇരിക്കുന്ന ദൈവത്തിനറിയാം. അല്ല, മുകളിൽ ഇരുന്ന് നോക്കിയാലേ ഇതെല്ലാം അറിയാവുള്ളല്ലോ, ഇല്ലേ? ഇപ്പൊ 25 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഏതാണ്ട് ആ ഏരിയയിലുള്ളതെല്ലാം കാണാം. അതേസമയം 1 നില വീട്ടിന്റെ അവിടെ നിന്ന് നോക്കിയാൽ മരവും അപ്പുറത്തെ ഭിത്തിയും അവരുടെ ഓഴിക്കൂടും, അപ്പുറം ഒരു പട്ടി കിടന്ന് കുരയ്ക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബാറ്റിംഗ് ടിപ്സ് വേണ്ട, ആദ്യം ഇപ്പി ടിപ്സ് തരാം. ആദ്യം ഇതുപോലെ ഫ്രണ്ട് ഫുട്ടിൽ വരിക, അസൽ ചൂടുള്ള ഇപ്പി ബോൾ ഉയർത്തുക, ലോങ് ടേസ്റ്റ് ഇപ്പി ഇതുപോലെ സ്ലർവ് ചെയ്യുക. ഗ്രേറ്റ് ടിപ്സ് കായ്, താൻ നല്ല കോച്ചാവും. താങ്ക് യു സർ. ലോങ് നോൺ സ്റ്റിക്കി വെജിറ്റബിൾസ് ഉള്ളത് ഇപ്പിയാണ് ഇന്ത്യയുടെ ചോയ്സ്. അല്ല, നീ ആത്മീകമായിട്ട് ഉയർന്നെങ്കിലേ ഇതൊക്കെ തിട്ടമാകുള്ളൂ. വിമാനത്തിൽ പോയിട്ടുള്ളവരാണല്ലോ, ചോമ്പാസ്റ്റൊക്കെ ധാരാളം പോയിട്ടുള്ളത്, ഇവരുമൊക്കെ പോയിട്ടുള്ള. വിമാനം പോകുമ്പോൾ മേളിലോട്ട് പൊങ്ങും തോറും നോക്കുമ്പോൾ കൃത്യമായിട്ട് കാണാം. മുകളിലോട്ട് പോയെങ്കിൽ ഇതെല്ലാം കാണുള്ളൂ. അപ്പം മുകളിൽ ഇരുന്ന് നോക്കണം. ഉന്നതങ്ങളിൽ ഇരുന്ന് നോക്കുന്ന ദൈവത്തിനറിയാം അവിടെ ആരൊക്കെ ഉണ്ട്, ഇവിടെ ആരൊക്കെ ഉണ്ട്. നമുക്കിതൊന്നും അറിയത്തില്ല. ഇവരിങ്ങനെ പാട്ട് പാടിയൊക്കെ പോകുക, പക്ഷെ ദൈവത്തിനറിയാം ഇവരെ ഈ രാജപാതയെ കൂടെ ഇവരെ വിട്ടാൽ വീതിയുള്ള വഴിയാ, വിശാലമായ വഴിയാ, രാജപാതയാ, വണ്ടി പോകുന്നതാ, നല്ല വഴിയാ, വലിയ നല്ല കുഴപ്പമില്ലാത്ത വഴിയാ, കട്ടറൊന്നുമില്ല. പക്ഷേ ആ വഴിയിൽ കൂടി ഇവരെ വിട്ട് കഴിയുമ്പോൾ ഈ രാജപാതയുടെ 2 വശത്ത് ഫെലിസ്തീനുണ്ട്. ഫെലിസ്തീനയുടെ ദേശത്തു കൂടിയുള്ള വഴി, അങ്ങനെ എഴുതിയേക്കുന്നത്. ഈ ഫെലിസ്തീൻ എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല നല്ല കടാമുട്ടന്മാരാ. ഫെലിസ്തീന് ഭയങ്കര, നമ്മളെ പോലൊന്നും ഞൊട്ടച്ചാൻ പോലൊന്നും അല്ല, എല്ലാം നല്ല ഭയങ്കരം. കണ്ടാൽ നമ്മൾ അന്തം വിട്ടുപോകും. ഒരു വാക്യം വായിച്ച മോളെ 17:4, ശൗമേലിന്റെ 1-ാം പുസ്തകം 17:4, ഫെലിസ്തീന്റെ പ്രകൃതി. പെട്ടെന്ന് വായിച്ചോ. 17:4, ശാമുവേലിന്റെ 1-ാം പുസ്തകം 17:4 താഴെ. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഫെലിസ്തീന്റെ പ്രകൃതിയാ. ഫെലിസ്തീനയുടെ പാളയത്തിൽ നിന്ന് ഗത്തിനായ അടുത്തത് 6 മുഴു ഒരു ഈ ടൈപ്പാ ഫെലിസ്തീന്. 6 മുഴു 1 ചാൺ നെടുപ്പം. പിന്നെ പ്രകൃതം ആയിരം. തലയിൽ ഒരു താമര ശിരസ്ത്രമുണ്ട്, ചുമലിൽ താമം കൊണ്ടൊരു വേലുമുണ്ട്. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പതിൽ പോലെ, കുന്തത്തിന്റെ അലക് 600 ശെക്കേൽ ഇരുമ്പ്. ഈ ടൈപ്പ് സാധനങ്ങളാ ഫെലിസ്തീന്. ഈ രാജപാതകളുടെ 2 വശത്ത് യവന്മാരുണ്ട്. ഇവര് കുഞ്ഞാടിനെയൊക്കെ അറുത്ത് ചോരത്തളി ആചരിച്ച് പാട്ടുമൊക്കെ പാടി അങ്ങോട്ട് പോവുക. പറവോന് ഞാനിനി ചേർന്ന് പാടുകയാട്ടെ, കരങ്ങൾ വീശി വീശി പാടുക, ഒരിക്കൽ കൂടി ശക്തിയോടെ. അങ്ങനെയൊക്കെയാണല്ലോ ചിലര് പറയുന്നത്. പോരാ
ഉപ്പം കൂവം പോലെ നിന്ന് ഉപ്പൻ അങ്ങനല്ലേ, രാവിലെ ശ്രദ്ധിച്ചു അപ്പൊ ചുരുക്കി പറഞ്ഞ ഇവരെ ഇങ്ങനെ പാട്ടുമൊക്കെ പാടി പാട്ടും അങ്ങോട്ട് പാടി ചെന്ന് പോകുമ്പോ ഈ രണ്ട് വശത്തും പതിയിരിക്കുന്ന ആറമുഴ ഒടിചാണ് നടപ്പുള്ള പെരുത്ത മല്ലന്മാര് കിടക്കുക. ഇവന്മാര് കയറി അടിക്കും ഇവനെയല്ല. അടി ഉള്ളുമ്പോൾ ഇവനെല്ലാം തിരിച്ച് മിസ്രൈമിലോട്ട് ഓടിപ്പോവും. വീതിയുള്ള വഴിയല്ലേ, ഓടരുതോ? ഇത് ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ആ വീതിയുള്ള വിശാലമായ പെരുവഴിയെ കൂടി ദൈവം ഇവരെ വിട്ടില്ല. കാരണം പറയും ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഇസ്രായേൽ മക്കൾക്ക് ഫെലിസ്തീനാന്നേ ഭയങ്കര യുദ്ധതന്ത്രജ്ഞന്മാരാ, അവർക്ക് യുദ്ധം അറിയാം, നല്ല ഒരുക്കത്തോടാണ് നിൽക്കുന്നത്. ഇവർക്ക് യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ആർക്ക്? ഇസ്രായേൽ മക്കൾക്ക്. ഇവർക്ക് രണ്ട് കാര്യം നന്നായിട്ട് അറിയാം. ഒന്ന്, കുഴയ്ക്കാൻ അറിയാം. കുഴയ്ക്കാൻ എന്തുവാ? വർഷങ്ങളായിട്ട് കുഴയാ. നന്നായിട്ട് ചില വിഷയം കൊടുത്തേ കുഴച്ച് കയ്യിൽ തരും. തലയാഴ്ച കൊടുക്കണം, പിറ്റേ ആഴ്ച നന്നായിട്ട് കുഴയ്ക്കാൻ അറിയാം. ചിലരെ കമ്മിറ്റിയിൽ ഒരു വിഷയം ഇട്ടാൽ മതി, അവൻ കുഴച്ച് അന്നേരം അത് കയ്യിൽ തരും. കൗൺസിലിലെ കമ്മിറ്റിയിലെ നന്നായിട്ട് കുഴയ്ക്കും. കുഴയ്ക്കാവുന്നതിൻ്റെ പരമാവധി കുഴയ്ക്കാൻ അറിയാം, നന്നായിട്ട് അറിയാം. ഒന്ന് കുഴയ്ക്കാൻ അറിയാം, രണ്ട് കഴിക്കാനും അറിയാം. ചോദിച്ച് മേടിച്ച് കഴിക്കും. അത് നല്ലതാ, നല്ലതാ. നിങ്ങൾ കണ്ടിട്ടില്ലേ, കല്യാണത്തിനൊക്കെ ചെല്ലു പോയി നന്നായിട്ട് കഴിക്കും. നന്നായിട്ട് ആ വറുത്ത് വെച്ചൊക്കെ മുഴുവൻ ആദ്യം തിന്നും. ഒരു 4-5 സൈസ് ജ്യൂസ് ഉണ്ട്, അത് എല്ലാത്തിൽ നിന്നും എടുത്ത് കുടിക്കും. കല്യാണത്തിനിടെ പിന്നെയും വന്ന് കുടിച്ചേച്ച് പിന്നെ അത് കഴിഞ്ഞ് ഉണ്ടല്ലോ, അത് മുഴുവൻ നന്നായിട്ട് കഴിക്കും. പിന്നെ അവിടെ ഫ്രൂട്ട്സും ഒക്കെ അത് മുഴുവൻ എടുത്താൽ ഒരു തള്ള കുറച്ച് ബാഗിലൂടെ ഇട്ടുകൊണ്ട് പോകുന്നതുണ്ട്. ചുമ്മാ ഇരിക്കുകയല്ലേ. കഴിക്കുന്നതിന് ഞാൻ എതിര് പറഞ്ഞതല്ല, കഴിച്ചോ. രണ്ട് കാര്യം അറിയാം നന്നായിട്ട്. ഒന്ന് കുഴയ്ക്കാനും അറിയാം, രണ്ട് കഴിക്കാനും അറിയാം. യുദ്ധം ചെയ്യാൻ അറിയത്തില്ല. ഞാനിവിടെ യുദ്ധമെന്ന് ഉദ്ദേശിച്ചത് ഈ ഭൗമികമായ യുദ്ധമല്ല, ആത്മീക യുദ്ധം. ദൈവമക്കൾക്ക് ആത്മീക യുദ്ധം. നമ്മുടെ പോരിന്റെ ആയുധം ജഡീകമല്ല, കോട്ടകളെ ഇടിക്കുന്ന ദൈവശക്തിയാ. എന്താ നമ്മുടെ ആയുധം? എഫേസ്യ ലേഖനം 6:10 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിക്കണം. സത്യം നിങ്ങളുടെ അരയ്ക്ക് കെട്ട് നീതി എന്ന കവചം ധരിച്ച് സമാധാനത്തിന് സുവിശേഷം കാലിന് ചെരുപ്പാക്കി രക്ഷയുടെ ശിരസ്ത്രം പേറി ആത്മാവിന്റെ വാളെടുത്ത് വിശ്വാസത്തിന്റെ പരിചയമേന്തി പോരാ. സകല പ്രാർത്ഥനയാൽ യാചനയാൽ ഏത് നേരത്തും ആത്മാവിൽ പോരാടി പ്രാർത്ഥിക്കണം.